ഇവിടെ ഡിമാൻഡ് ചിക്കൻ ബിരിയാണി കൂടുതലാണ്. ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി രണ്ടും ഉണ്ട്. ആ, ചിക്കൻ ബിരിയാണി കൂടുതൽ ഡിമാൻഡ് ഇருக்கு. മസാലയുടെ എല്ലാം രുചി ആ റൈസിൽ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലർ പറയും ഇത് ബിരിയാണിയല്ല, ഇത് ഇറച്ചിച്ചോറാന്ന് പറയും. ഇറച്ചിച്ചോറെന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ബിരിയാണി എന്നല്ലേ പറയും. ഇറച്ചിച്ചോറിന് മീറ്റ് റൈസ് എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അതെ, ബൾക്ക് പ്രൊഡക്ഷൻ ഓഫ് ബിരിയാണി ഫാക്ടറിയിൽ വന്നിരിക്കുകയാണ്. അതിരാവിലെ തന്നെ വന്നതാണ്. പക്ഷേ അതിരാവിലെ വന്നിട്ട് കൂടി ഇത് രണ്ടാമത്തെ ബാച്ചാണ്. ഇവിടെ ബാച്ച് ബൈ ബാച്ചായിട്ട് ബിരിയാണി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി പാളയം എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് വന്നിരിക്കുന്നത്. ഇത് ഈറോഡാണ്. ഇവിടെ രാവിലെ 2 മണിക്ക് തുടങ്ങുന്ന പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്ത് 6 മണി വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. വൈകുന്നേരം 6 മണി വരെ. ഇതിപ്പോൾ രണ്ടാമത്തെ ബാച്ചിൻ്റെ പ്രൊഡക്ഷനാണ്. ഇത് കഴിഞ്ഞ് ഒരു 2-3 ബാച്ചും കൂടെ വരാനുണ്ട്. ഇപ്പോൾ ബിരിയാണിക്കുള്ള പ്രൊഡക്ഷനായിട്ട് ആദ്യം തന്നെ ഇവർ വിറകടുപ്പൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് ചെമ്പ് വെച്ചു. പല സൈസിലുള്ള ചെമ്പാണ്. ഇതിപ്പോൾ ഇത് ചിക്കൻ താനാ? ചിക്കൻ ബിരിയാണി. ഇത് മട്ടൺ ബിരിയാണി. അതാ ദാൽച്ച. അങ്ങനെ 3 ഐറ്റംസിനായിട്ടുള്ള അടുപ്പുകൾ കത്തിയിട്ടുണ്ട്. ഇപ്പം അതല്ല, രാവിലെ വരികയായിരുന്നെങ്കിൽ ഈ അടുപ്പുകളെല്ലാം തന്നെ കത്തുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം 3 ഐറ്റംസ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ബാച്ചിന് വേണ്ടിയിട്ടുള്ള. അടുത്ത ബാച്ച് ഇതിലും കൂടുതലുണ്ടാവും. ഇത് എത്ര കിലോ അരി? 20 കിലോ അരി. മട്ടണോ? മട്ടൺ 5 കിലോ. ഇവിടെ ഡിമാൻഡ് ചിക്കൻ ബിരിയാണി കൂടുതലാണ്. ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി രണ്ടും ഉണ്ട്. ആ, ചിക്കൻ ബിരിയാണി കൂടുതൽ ഡിമാൻഡ് ഇருக்கு. അത് വരും. തേർഡ് ബാച്ച് അങ്ങനെ വരും. 6 മണി വരെ അല്ലേ? സായന്തരം 7 മണി വരെ പോകും. അതാണ് ഇവിടുത്തെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ. ഇപ്പം എണ്ണ ചൂടായി കഴിഞ്ഞ് സവോള മുറിച്ച് വെച്ചിരുന്ന സവോളയൊക്കെ ഇട്ടിട്ടുണ്ട്. സവോള എല്ലാം നല്ല മെഷീനിൽ അരിഞ്ഞ് കൂട്ടുകയാണ്. കാരണം ബാച്ച് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ആൾക്കാർക്ക് നിന്നരിയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിങ്ങനെ മെഷീനിൽ അരിഞ്ഞ് അത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ടൊമാറ്റോ ചേർക്കാനുണ്ട്, മല്ലിയില ചേർക്കാനുണ്ട്, അങ്ങനെ ഇലകളെല്ലാം ചേർക്കാനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇളക്കി നല്ല വൃത്തിയായിട്ട് ഇത് വെന്തതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങൾ. താങ്ക്സ്. ബാക്കി കാര്യങ്ങൾ ഇനിയുണ്ട് പറയാനായിട്ട്. ഇവിടെ വന്നിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. വാ. നമ്മൾ ഇതിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ടിട്ട് ഇവിടെ വന്നപ്പോഴത്തേനുണ്ടല്ലോ, ഇവിടെ പല കാര്യങ്ങൾ കഴിഞ്ഞു. ചിക്കൻ വരെ ഇട്ടു. ചിക്കൻ ഇടുന്നതിന് മുമ്പ് ആദ്യം ആ സവോള നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഇവർ അരച്ച് വെച്ചിരിക്കുന്ന മസാലകളും മസാലപ്പൊടികളും കൂടെ ചേർത്തു. അരച്ച് വെച്ചിരിക്കുന്ന മസാല എന്ന് പറഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ ചേർത്തു. അത് നന്നായിട്ടൊന്ന് വഴന്നതിന് ശേഷം അതിൻ്റെ പുറകെ തന്നെ തൈര് ഒഴിച്ചു. തൈര് മാത്രമായിട്ടല്ല കേട്ടോ, ഇതെല്ലാം തൂക്കി തന്നെയാണ് വെക്കുന്നത്. കറക്റ്റായിട്ട് തൂക്കം, കാരണം അതിന് ആ കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് കറക്റ്റായിട്ട് തൂക്കിയാണ് ഇവർ ചേർക്കുക. അപ്പോൾ ആ തൈര്, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്തു. അതിൻ്റെ പുറകെ തന്നെ തക്കാളി ചേർത്തു. തക്കാളി ഇതിന് മുമ്പ് ചേർത്തായിരുന്നു അല്ലേ? തക്കാളി ഇതിന് മുമ്പ് ചേർത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് തൈര്, മല്ലിയില, പുതിനയില എല്ലാം ചേർത്ത്. അതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴുകി വൃത്തിയാക്കി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്തു. അതേപോലെ തന്നെ മട്ടൺ, ഈ ബാച്ച് ചെറിയൊരു ബാച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിലും മട്ടണും ഈ കാര്യങ്ങളെല്ലാം മട്ടൺ ചേർത്തു എന്നുള്ള ഒരേ ഒരു വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ഇനിയിപ്പം ഈ ചിക്കൻ ഒന്ന് വെന്തതിന് ശേഷം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇരുന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം അരി കഴുകി വെച്ചിരിക്കുന്ന ഇടാൻ പോവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ കുറേ കഥകളൊക്കെ പറയുകയും ചെയ്തു കേട്ടോ. ഇവിടെ ഇത് തുടങ്ങാനുള്ള കഥകൾ പറയുകയും ചെയ്തു. അതായത് ബിരിയാണി പാളയം 2020 തുടങ്ങിയാണ്. കോവിഡ് സമയത്ത് മറ്റുള്ളവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ഇവർ കുറച്ച് പേർ ഒന്നിച്ച് ചേർന്ന് തുടങ്ങിയാണ്. അത് കഴിഞ്ഞ് ഇതിപ്പോൾ കംപ്ലീറ്റ് ഒരു ബിരിയാണി ബിസിനസ് ഡിസ്ട്രിക്ട് കളക്ടർ വന്ന് പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് കൂടി നിൽക്കുന്നവർ നിങ്ങൾ ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. ഇവർ ഒരു എൻകറേജ്മെൻ്റ് ആയി. അവരെല്ലാം കൂടി തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബിരിയാണി പാളയം എന്നുള്ള കോൺസെപ്റ്റിൽ കൊണ്ടുപോകുന്നത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതൊരു ഇൻസ്പിറേഷനാണ്. ഒരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടായത്, ആ സിറ്റുവേഷനിൽ നിന്ന് അവർ ഒന്നിച്ച് വീണ്ടും നിൽക്കുന്നു എന്ന് പറയുന്ന സംഭവമല്ലേ? അടിപൊളി. ഇപ്പോൾ ഇതിവിടെ നടക്കട്ടെ. ഇനിയിപ്പോൾ അരിയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വന്ന് കാണാം. അതേപോലെ തന്നെ സ്ഥലമൊക്കെ ഒന്ന് നമുക്ക് കാണാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് അൻപിനെ പരിചയപ്പെട്ടു. അൻപ് ഈ സ്ഥലങ്ങളെല്ലാം നേരത്തെ തന്നെ നമ്മൾക്കൊന്നൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നു. പക്ഷേ ഇവർ സെറ്റപ്പ് കംപ്ലീറ്റ്ലി എന്ന് വെച്ചാൽ എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
കൗണ്ടറുകളുണ്ട്. ഒന്നാമത്തെ കൗണ്ടർ എന്ന് പറയുന്നത് സ്വിഗ്ഗി സൊമാറ്റോയ്ക്ക് വേണ്ടിയുള്ള കൗണ്ടർ. രണ്ടാമത്തെ കൗണ്ടർ എന്ന് പറയുന്നത് മറ്റ് പാഴ്സലുകൾക്ക് വേണ്ടിയും അത് ബൾക്ക് ഓർഡറിന് വേണ്ടിയിട്ടുള്ള കൗണ്ടർ. മൂന്നാമത്തെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോർ റൂമാണ് കേട്ടോ. അത് മസാലകൾ അതുപോലെ തന്നെ ഇവർക്ക് 3 മാസത്തേക്കിന് എന്തൊക്കെയാണോ വേണ്ടത് അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് 4 അവിടെ വെജിറ്റബിൾ കൗണ്ടറാണ്, അല്ല വെജിറ്റേറിയൻ്റെ കൗണ്ടറാണ്, വെജിറ്റേറിയൻ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കൗണ്ടർ. അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയുണ്ട്. പിന്നെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷൻ ഉണ്ട്, സ്റ്റാഫിൻ്റെ എൻ്റർടൈൻമെൻറ്റ് റൂമുണ്ട്, അതുപോലെ തന്നെ ഓഫീസ് റൂമുണ്ട്, അഡ്മിനിസ്ട്രേഷൻ റൂമുണ്ട്, പിന്നെ വെജിറ്റബിൾസ് മുറിക്കാൻ വേണ്ടി തന്നെ ഒരു റൂം, ക്ലീനിങ്ങിനൊരു റൂം, അടുപ്പത്ത് ബിരിയാണി പാചകം ചെയ്യാനായിട്ട് ഒരു കംപ്ലീറ്റ് സ്പേസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പ് എല്ലാം പോകുന്നത്. ഇവിടെയാണ് വെജിറ്റബിൾസ് എല്ലാം മുറിച്ച് വരുന്നത്. മുറിച്ച് വരിക എന്ന് പറഞ്ഞാൽ ടൊമാറ്റോ അനിയൻ മുറിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നിടത്തേക്ക് പോയത്. അതേപോലെ തന്നെ അപ്പുറത്ത് ബ്രെഡ് ഹൽവ റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ കാഴ്ചകളും വഴിയേ കാണാം. ഇതാണ് അബു കേട്ടോ. അബു കൊല്ലംകാരനാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ പുള്ളിക്ക് മലയാളം പറയാൻ അറിയത്തില്ല. മലയാളം മനസ്സിലാവും അല്ലേ? മനസ്സിലാവും. ഇവരുടെ വീട്ടിൽ പേരൻസ് എല്ലാം മലയാളം തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ മട്ടൺ റെഡി ആയിട്ടില്ല. മട്ടൺ വേവാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും അല്ലേ? അത് കഴിയുമ്പോൾ തന്നെ മട്ടൺ വെന്ത് കഴിയുമ്പോഴാണ് റൈസ് ചേർക്കുക. അതേസമയത്ത് ചിക്കൻ ബിരിയാണിക്ക് ചിക്കൻ റെഡി ആയിരുന്നു. ചിക്കൻ അന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് റൈസ് ചേർത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന റൈസ്. എത്ര കിലോ ഇത്? 15 കിലോ റൈസ് ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തീ താഴത്തേക്ക് എടുത്ത് ഈ മേളിൽ കനലിട്ട് ദമ്മാക്കി വെച്ചിരിക്കുകയാണ്. 3 പ്രാവശ്യം റൈസ് ഇട്ടിട്ട് ഒരു 3 പ്രാവശ്യമേ ഇളക്കത്തുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം മൂടി വെച്ച് അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് ഇളക്കി, അത് കഴിഞ്ഞ് 2 പ്രാവശ്യം കൂടെ ഇളക്കി കഴിഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ഇളക്കി മൂടി വെച്ച് കഴിഞ്ഞ് ദമ്മിടുകയാണ് അല്ലേ? അപ്പോൾ ദം ആയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അപ്പുറത്ത് നമ്മുടെ ബ്രെഡ് ഹൽവയുടെ കാര്യങ്ങളെല്ലാം ഏകദേശം റെഡി ആയിട്ടോ. ബ്രെഡ് ഹൽവ ഉണ്ടാക്കാനായിട്ട് ആദ്യം എണ്ണയിൽ കശുവണ്ടി വറുത്തെടുക്കും. അതിനുശേഷം അതേ എണ്ണയിൽ തന്നെ ബ്രെഡ് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രെഡ് മുറിച്ച് വെച്ചിരിക്കുന്നത് വറുത്ത് മാറ്റി വെക്കും. അതിൻ്റെ ആ എണ്ണയെല്ലാം നന്നായിട്ടൊന്ന് ഞെക്കി പ്രസ് ചെയ്ത് എണ്ണയെല്ലാം കളഞ്ഞിട്ട് അത് കഴിഞ്ഞ് വെള്ളത്തിൽ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട്, ഷുഗർ സിറപ്പ് ഒരു നല്ല പാനി പോലെ ആകുന്ന സമയത്ത് അതിനകത്തേക്ക് ബ്രെഡും അതുപോലെ തന്നെ കശുവണ്ടിയൊക്കെ ചേർത്തതിന് ശേഷം മിൽക്ക് മെയ്ഡ് അതിൻ്റെ പുറത്തോടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം അത് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡ് തൈരല്ല പാല് ഇതെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അവസാനം നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഏകദേശം ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേന് അത് മിക്സ് ചെയ്തിട്ട് ഫുഡിനായിട്ട് പോവുകയാണ്, റെസ്റ്റോറൻറ്റിലേക്ക് പോകും. ഈ ബ്രെഡ് ഹൽവ പോലെ തന്നെ നമ്മൾ ഹൈദരാബാദ് വളരെ സിമിലർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ കഴിച്ചിട്ടുണ്ട്. അത് ഡബിൾ ക മീറ്റാന്ന് പറയും. അത് ഹൈദരാബാദ് ഇനി പോകുമ്പോഴത്തേന് നമുക്ക് അതിൻ്റെ വീഡിയോ. ഇതിപ്പം ബ്രെഡ് ഹൽവ. അതുപോലെ തന്നെ ബിരിയാണി, ചിക്കൻ, മട്ടൺ, വെജിറ്റബിൾ ബിരിയാണി ഇനിയിപ്പോൾ ചെയ്യാൻ പോവാണ്. അടുത്ത ബാച്ചിനുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ ആയി വരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇടയ്ക്ക് ദമ്മാക്കിയിട്ടിരുന്നു. ദമ്മാക്കിയിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ ദമ്മായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ദം പൊട്ടിച്ച് ആ കനൽ ഉൾപ്പെടെ അപ്പുറത്തോട്ട് അങ്ങ് മാറ്റി. എന്നിട്ട് അതിൻ്റെ പുറത്തോടെ സ്വല്പം നെയ്യ് ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. ഒരു കഷ്ണം പോലും പൊട്ടിപ്പോയിട്ടില്ല കേട്ടോ. അത് കറക്റ്റ് ആ വേവാണ്. അതിൻ്റെ കറക്റ്റ് വേവ്, അതിൻ്റെ ആ കറക്റ്റ് നല്ല വാസനയൊക്കെ വരുന്നുണ്ട്. കളർ എന്ന് പറയുന്നത് ആമ്പൂർ ബിരിയാണിയുടെ ഒരു കളറും അതിൻ്റെ ആ ലുക്ക് ആൻഡ് ഫീലാണ്. പക്ഷേ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിണ്ടിഗൽ ബിരിയാണിയുടെ രീതിയാണ്. ഇത് ആമ്പൂർ ബിരിയാണിയല്ല, ഡിണ്ടിഗൽ ബിരിയാണിയല്ല, പക്ഷേ ഇത് ഈറോഡ് ബിരിയാണി പാളയം ബിരിയാണിയാണ്. ഇനി ഇതിൻ്റെ ഒരു സ്വല്പ രുചി നോക്കാം അല്ലേ? വാ. ഇതിവരുടെ റെസ്റ്റോറൻ്റ് അല്ല കേട്ടോ, ഇതിവരുടെ പാചകത്തിൻ്റെ ഏരിയ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളില്ല. സൗകര്യമുണ്ട്, അത് അവരുടെ പേഴ്സണൽ സ്ഥലങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ഡിക്കി ഒന്ന് തുറന്നിട്ട് ബിരിയാണി ഒന്ന് വിളമ്പി കഴിയുമ്പോൾ തന്നെ അത് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് കഴിക്കാം. വാ. ബിരിയാണി നമ്മൾ ഇലയ്ക്കകത്ത് പ്ലേറ്റിനകത്ത് വിളമ്പിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദാൽച്ചയുണ്ട്, നമ്മുടെ ബ്രെഡ് ഹൽവയുണ്ട്, അതുകൂടാതെ സാലഡും ഉണ്ട്. ഒരു സ്വല്പം ദാൽച്ചയും സാലഡും സൈഡിൽ തന്നെ വെക്കാം. ആദ്യം ബിരിയാണി ട്രൈ ചെയ്യാം, പക്ഷേ സ്വല്പം ദാൽച്ചയും അതുപോലെ തന്നെ സാലഡും സൈഡിലോട്ട് എടുത്തൊഴിക്കാം.
ദാൽച്ചയും സാലഡും മാത്രമല്ല കേട്ടോ, ബ്രെഡ് പുഡിംഗ് അല്ല കേട്ടോ, ബ്രെഡ് ഹൽവ, സോറി, ബ്രെഡ് ഹൽവയും ഇത് കണ്ടോ, നല്ല കുടുങ്ങുന്ന ബ്രെഡ് ഹൽവ, അതും ഞാൻ സൈഡിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചിക്കൻ്റെ പീസ്, ഒരു വലിയ ചിക്കൻ്റെ പീസ്, ചിക്കൻ കാലാണ്, അത് കടിച്ചങ്ങ് തുടങ്ങാം അല്ലേ. അതിൻ്റെ കൂടെ ജീരകശാല റൈസ്, അല്ലെന്നുണ്ടെങ്കിൽ ജീരക സാമ്പാർ റൈസ് ഇവിടെ പറയുമ്പോൾ അതിൻ്റെ ബിരിയാണി. കേട്ടോ, അതിൻ്റെ ആ മസാലയുടെ എല്ലാം രുചി ആ റൈസിൽ പിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലർ പറയും ഇത് ബിരിയാണിയല്ല, ഇത് ഇറച്ചിച്ചോറാന്ന് പറയും. ഇറച്ചിച്ചോറെന്ന് നിങ്ങൾ പറഞ്ഞു, പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇത് ബിരിയാണി എന്നല്ലേ പറയും. ഇറച്ചിച്ചോറിന് മീറ്റ് റൈസ് എന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ആ ഒരു പ്രിപ്പറേഷൻ അല്ല ബിരിയാണി. നമ്മൾ ഒന്നാമത് ബിരിയാണി എന്ന് പറയുന്നത് ഇന്ത്യനാണ്, പേർഷ്യൻ രുചിയാണ്. അത് ഇന്ത്യയിൽ വന്ന് പലയിടത്തും പല രീതിയിലായിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഹൈദരാബാദ് ബിരിയാണി വ്യത്യാസമാണ്, ലക്നൗ ബിരിയാണി വ്യത്യാസമാണ്, കൊൽക്കത്തയിൽ ചെന്നാൽ ഉരുളക്കിഴങ്ങ് ഇട്ട് ബിരിയാണി ഉണ്ടാക്കും, മലബാർ ബിരിയാണി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റാണ്. ഇതിന് മീറ്റും റൈസും കൂടെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ചിലർ മീറ്റ് റൈസെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇറച്ചി ചോറെന്നോ പറയും. എന്നാൽ ആ റൈസിൽ ആ മീറ്റിൻ്റെ ഫ്ലേവർ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ആ മീറ്റിൻ്റെ ഫ്ലേവർ, ഇതിപ്പം മട്ടൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് മട്ടൻ ബിരിയാണിയോടാണ് കൂടുതൽ താല്പര്യം. മട്ടൻ ബിരിയാണി ആവുന്നേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചിക്കൻ ബിരിയാണിയിൽ അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ ഉണ്ട് ദാൽച്ചയിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ചേർത്തിട്ടുള്ള, അതിനകത്ത് കത്രിക്കയുണ്ട്, ഇത് കത്രിക്കയാണ്. അതുപോലെ തന്നെ ബോട്ടിൽ ഗാർഡിൻ്റെ ഒരു പീസുണ്ട്, ഇവിടെ സ്വർക്ക എന്നാണ് പറയുന്നത്. അതും ദാലും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ്. അത് ഞാൻ അതിൻ്റെ ആ ഗ്രേവിയും അതുപോലെ തന്നെ സ്വർക്കയും ഒന്നിച്ച് കയറ്റി നമ്മുടെ റൈസിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിടിച്ച് നോക്കട്ടെ. ഇതാ ദാൽച്ച പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് കുറച്ചുകൂടെ എനിക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതായിട്ട് തോന്നി. ചില സ്ഥലങ്ങളിൽ ഊർക്കായ അല്ലെന്നുണ്ടെങ്കിൽ അച്ചാറുണ്ടാവും. ഇവിടെ അച്ചാറില്ല എന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ അച്ചാറുണ്ടാവും. അപ്പോൾ ദാൽച്ചയ്ക്ക് പകരം ചിലപ്പോൾ വഴുതനങ്ങയുടെ കറിയായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കത്രിക്കയുടെ കറിയായിരിക്കും. സാലഡിന് വ്യത്യാസം കാണും, ചിലപ്പോൾ റൈത്തയായിരിക്കും. അങ്ങനെ ഓരോരോ മാറ്റങ്ങളുണ്ടാവും. ഇനിയിപ്പം ഒരു സ്വല്പം ഡബിൾ കമീറ്റ അല്ല, ശരി ഞാൻ വായിൽ ഡബിൾ കമീറ്റ എന്നങ്ങ് വന്നു പോകും. പക്ഷേ ബ്രെഡ് ഹൽവ ഒന്ന് കഴിച്ച് നോക്കാം, അതും കൂടെ കഴിച്ച് നോക്കാം. പക്ഷേ ഇവിടെ റെസ്റ്റോറൻറ്റിൽ പോയാൽ ബിരിയാണി മാത്രമല്ല കുറേയേറെ വിഭവങ്ങളുണ്ട്. അഭിലാഷ് ടേബിളൊക്കെ അവിടെ പോയിരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞു, ഇവിടുന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു. അവിടെ പോയിരുന്ന് സമാധാനമായിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇപ്പം സമയം 9:30 ആയതേ ഉള്ളൂ. ബിരിയാണി ഉച്ചക്കത്തെ കഴിക്കുന്നില്ല, അവർ രാവിലെ ദോശയൊക്കെ കഴിച്ചാണ്. ഇനി അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി എന്താണെന്ന് അവർ നോക്കിയിട്ട് അത് കഴിച്ചോളാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ബ്രെഡ് ഹൽവയും കൂടെ ഒന്ന് ട്രൈ ചെയ്താലോ. ഇതാ ബ്രെഡ് ഹൽവ നമ്മളിങ്ങനെ ഒരു സ്വല്പം ഇങ്ങനെ എടുക്കാതെ, ഇത് കണ്ടോ തേനട പോലെ അണ്ടിരിക്കുന്നത്. അതിനകത്തൊന്ന് ആ തേൻ പോലെ മധുരത്തിൻ്റെ ആ സിറപ്പുണ്ട്, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ചേർന്നിട്ടുണ്ട്, അതിനകത്ത് നെയ്യ് ചേർന്നിട്ടുണ്ട്, അതിനകത്ത് പാല് ചേർന്നിട്ടുണ്ട്, കശുവണ്ടി ചേർന്നിട്ടുണ്ട്. ഓ കഴിച്ചു നോക്കട്ടെ. നല്ല മധുരമാണ് കേട്ടോ ഇത്. പക്ഷേ കുറച്ച് നേരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മധുരം ബ്രെഡിലൊക്കെ ഒന്ന് പിടിച്ചൊന്ന് ലൈറ്ററാവും. പക്ഷേ ഇപ്പോൾ നല്ല മധുരമാണ്. ചൂടോടെ ഉണ്ടാക്കി നമുക്ക് ഇങ്ങോട്ട് വിളമ്പി തന്നാൽ പൊളി. അപ്പം ബിരിയാണി പാളയത്തിൽ വന്ന് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കുന്ന കാഴ്ചകൾ കംപ്ലീറ്റ് പ്രോസസ്സ് കണ്ടു. അതേപോലെ തന്നെ ദക്ഷിണ യാത്രയിൽ നമ്മൾ ഇഷ്ടംപോലെ നല്ല നല്ല വെറൈറ്റി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഫെനിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഹൈദരാബാദി ബിരിയാണിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദി കല്യാണം ചെയ്തിട്ടുണ്ട്, തിരുപ്പതി കല്യാണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേയേറെ വീഡിയോസ് ദക്ഷിണ യാത്രയിൽ നമ്മൾ ചെയ്തിട്ടാണ് ഈറോഡ് വന്നിരിക്കുന്നത്. ഈറോഡ് കൊണ്ട് ഇനിയിപ്പം 1-2 രുചികളിലൂടെ ഒന്ന് ട്രൈ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ദക്ഷിണയാത്ര ഇതുവരെ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു യാത്രയാണ്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, താഴെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണേ. ദക്ഷിണയാത്ര നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നിങ്ങൾ പക്ഷേ കൂടെ ഉണ്ടാവണം, നമുക്ക് ഒന്നിച്ച് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്കിന് ബൈ പറയുന്നു. ഈ കൺക്ലൂഷൻ റിപ്പീറ്റ് ആയി പോകുന്നു, ഒരേപോലെ പോകുന്നു എന്ന് പറയുന്നു. പക്ഷേ അത് നമ്മുടെ ഒരു രീതിയായിപ്പോയി. ഇനിയിപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് ബലം പിടിക്കണം. എന്നാലും ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.